യൂട്യൂബ് വീഡിയോ നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തികളിൽ ഒന്നാം സ്ഥാനക്കാരനും BTSലെ ക്യൂട്ടസ്റ്റ് മെമ്പർ കൂടിയായ BTS V അഥവാ നമ്മുടെ സ്വന്തം തേത്തയെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. Hi guys, my name is V. I'm a good boy. വി ജനിക്കുന്നത് 1995 ഡിസംബർ 30 സൗത്ത് കൊറിയയിലെ ഡേജുവിലാണ്. അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും അടങ്ങുന്ന ഒരു കർഷക കുടുംബമാണ് വീടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ വിയെ നോക്കിയിരുന്നത് മുത്തശ്ശിയായിരുന്നു. വിക്ക് കുഞ്ഞിലെ തന്നെ സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രോബെറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാകണമെന്നായിരുന്നു വിയുടെ ആഗ്രഹം. സാക്സോഫോൺ വായിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു വി. ഒരിക്കൽ വിയുടെ ഫ്രണ്ടിൻ്റെ കൂടെ K-pop ഓഡിഷനിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു വി. എന്നാൽ തികച്ചും യാദൃശ്ചികമായി ഓഡിഷനിൽ പങ്കെടുക്കുകയും സെലക്ട് ചെയ്യുകയും ചെയ്തു. എല്ലാം വിധിയുടെ വിളയാട്ടം, അല്ലാതെ എന്താ പറയുക. അങ്ങനെയാണ് ബിഗ് ഹിറ്റിൻ്റെ ഭാഗമായി വി ഒരു ട്രെയിനിയായി മാറുന്നത്. 2011 തൻ്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഓഡിഷനിൽ പങ്കെടുത്ത വി. ആ ഒരൊറ്റ ഓഡിഷനാണ് പിന്നീട് വിയുടെ ജീവിതം മാറ്റിമറിച്ചത്. ഇന്ന് നമ്മളെ കാണുന്ന വിയെ കിട്ടാൻ കാരണം ആ ഒരു ഓഡിഷനാണ്. ഇല്ലെങ്കിൽ വി ഏതെങ്കിലും കർഷകനായനെ. ഈ ഒരു ഓഡിഷൻ ടൈമിൽ ഓഡിഷൻ നടത്തുന്നവർ വിയോട് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞപ്പോൾ വി ഡാൻസ് കളിച്ചു, പാട്ടുപാടി, ബീറ്റ് ബോക്സ് ചെയ്തു, പിന്നെ സാക്സോഫോണും വായിച്ചു, റാപ്പും ചെയ്തു. ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് അവർ അങ്ങോട്ട് ചോദിച്ചപ്പോൾ മാത്രമാണ് വി ഇല്ല എന്ന് പറഞ്ഞത്. ദേജുവിൽ നിന്ന് ഓഡിഷനിൽ പാസ്സായ ഒരേ ഒരു വ്യക്തി വി മാത്രമായിരുന്നു. അങ്ങനെയാണ് തൻ്റെ നാടും വീടും ഒക്കെ വിട്ട് വി സോളിലെത്തുന്നത്. അച്ഛൻ്റെ കൂടെയാണ് വി പുറപ്പെട്ടത്. പോകുന്നതിന് മുമ്പ് മുത്തശ്ശി ഒരു ബാഗ് ഏൽപ്പിച്ചിരുന്നു. അവർ സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ ടാക്സി ഡ്രൈവർ അവരെ പറ്റിച്ചു. ദൂരം വളരെ കുറവായിരുന്നിട്ട് പോലും കൂടുതൽ പണം അയാൾ ഈടാക്കി. ഈ യാത്രക്കിടയിൽ സംഭവിച്ച ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് മുത്തശ്ശി ഏൽപ്പിച്ച ആ ബാഗും അന്ന് തന്നെ നഷ്ടപ്പെട്ടു. ഈ സംഭവത്തിനൊക്കെ ശേഷം വീടെ കരിയർ കൊറിയൻ ആർട്സ് ഹൈസ്കൂളിൽ നിന്നും തുടങ്ങി. ആ സമയത്ത് വീടെ കൂടെ പഠിച്ച സുഹൃത്തായിരുന്നു ജിമിൻ ബൂസാനിൽ നിന്നായിരുന്നു. ബൂസാൻ ആക്സെന്റിൽ സംസാരിച്ച ജിമിനെ കുട്ടികളെല്ലാം കളിയാക്കുമായിരുന്നു. വി ഇത് കണ്ട് ഒരുപാട് ദേഷ്യപ്പെടുകയും ഫ്രണ്ട്സിനോട് ഇനി ജിമിനെ കളിയാക്കരുതെന്ന് വാൺ ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം വിയും ജിമിനും ബെസ്റ്റ് ഫ്രണ്ട്സായി. വി പിന്നീട് മറ്റ് BTS മെമ്പേഴ്സിന്റെ കൂടെ ഗ്ലോബൽ സൈബർ യൂണിവേഴ്സിറ്റിയിൽ ചേരുകയായിരുന്നു. BTSൽ ജോയിൻ ചെയ്ത 6ാമത്തെ മെമ്പറാണ് വി. വിയെ ഒഫീഷ്യലായി റിവീൽ ചെയ്തത് അവസാനം മാത്രമായിരുന്നു. വിയെ മറ്റു കമ്പനീസും നോട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നോട്ടപ്പുള്ളിയായിരുന്നു എന്ന് തന്നെ പറയാം. മറ്റു കമ്പനീസ് ഒന്നും റാഞ്ചിക്കൊണ്ട് പോകാതിരിക്കാൻ വിയെ ഒരു സീക്രട്ട് മെമ്പറായി തന്നെ വെച്ചു. വിക്ടറി ഓഫ് ദ ഗ്രൂപ്പ് എന്നാണ് വിയുടെ പൂർണ്ണരൂപം. നമ്മുടെ വിക്ക് 2 കൈകൾ ഉപയോഗിച്ചും എഴുതാൻ കഴിയും. എന്നാലും കൂടുതൽ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. ഗ്രൂപ്പിലെ മോസ്റ്റ് കെയറിംഗ് പേഴ്സൺ ആണ് വി. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള വിക്ക് ആർട്ട് ഗാലറിയിൽ പോകാനാണ് ഇഷ്ടം. സ്വന്തമായൊരു ആർട്ട് ഗാലറി, അതാണ് സ്വപ്നം. 2013 നോ മോർ ഡ്രീമിലായിരുന്നു വിയുടെ ഡെബ്യൂട്ട്. പിന്നീടുള്ള വിയുടെ താരോദയത്തിന് കാലം സാക്ഷി, പിന്നെ നമ്മളും. വി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായിരുന്നു. അതിനുദാഹരണമാണ് വിയുടെ മുത്തശ്ശി മരിച്ച സംഭവം. 2016 ഒരു TV ഷോ പെർഫോം ചെയ്യാൻ ഒരുങ്ങുന്ന സമയം. അത് വിയുടെ മുത്തശ്ശി കാത്തിരുന്ന ഒരു നാളായിരുന്നു. ഈ പെർഫോമൻസിന് കുറച്ച് മുമ്പായിട്ട് വിക്കൊരു ഫോൺ കോൾ വന്നു. അതൊരു മരണവാർത്തയായിരുന്നു. അത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. മുത്തശ്ശിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കൊച്ചുമോനെ TV-യിൽ കാണണമെന്നത്. പക്ഷേ ഇതൊന്നും കാണാനാകാതെയാണ് മുത്തശ്ശി പോയത്. പിന്നീട് വി ഒരു ഡ്രാമയിലും അഭിനയിച്ചു. വിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് ഒരുപാട് ഹേറ്റ് ഉണ്ടായി. കോളിനർജിക് അർട്ടിക്കേറിയ എന്നൊരു കണ്ടീഷൻ ഉണ്ട് വിക്ക്. കൂടുതൽ വിയർക്കുമ്പോഴാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ സമയം കൂടുതൽ ഇച്ചിങ്ങും ചെറിയ കുരുക്കളും ഒക്കെ സ്കിന്നിൽ വരും. കൂടുതൽ സ്റ്റേജ് പെർഫോമൻസുകളൊക്കെ ചെയ്യുമ്പോഴും ലൈറ്റ് അടിക്കുമ്പോഴും ഒക്കെ വിയുടെ നില വഷളാകാറുണ്ട്. പക്ഷേ ഇതൊക്കെ സഹിച്ചാണ് വി പെർഫോം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും അസുഖങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം തരണം ചെയ്താണ് വി തൻ്റെ ബെസ്റ്റ് നമുക്ക് തരുന്നത്.